മൂന്നാം സീറ്റ് ചർച്ചയിൽ കെ സുധാകരനും വി ഡി സതീശനും രണ്ട് തട്ടിൽ. ചർച്ചയുടെ വിശദാംശങ്ങൾ പറയാൻ വി ഡി സതീശൻ തയ്യാറായില്ല. അതേസമയം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം തള്ളിയെന്നും രാജ്യസഭാ സീറ്റ് നൽകാമെന്ന നിർദ്ദേശം ലീഗ് അംഗീകരിച്ചില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. വിഷയത്തിൽ ലീഗിനകത്തും അവ്യക്തത തുടരുകയാണ്. കോൺഗ്രസുമായി ഇനി ചർച്ചയില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും ചർച്ച തുടരുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ലീഗിന് മൂന്നാം സീറ്റ് കിട്ടിയേക്കില്ല. ഇന്നിപ്പോൾ നമുക്ക് ഈ 27-ാം തീയതി കഴിയാതെ പറയാൻ പറ്റില്ലല്ലോ. ഈ രാജ്യസഭാ സീറ്റ് നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചു എന്ന് പറയുന്നുണ്ട്. അല്ലല്ല, അതെല്ലാം നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ലേ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. ഇന്ന് കൊടുത്ത നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അല്ല, അതങ്ങനെ അത്ര വിശദാംശങ്ങൾ പറയാമെങ്കിൽ വന്ന് അതിൻ്റെ റിസൾട്ട് വന്ന് പറയുമല്ലോ. മറ്റന്നാളെ ചർച്ച നടക്കും. അപ്പോൾ അത് ഫൈനൽ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച പൂർത്തിയായിട്ടുണ്ട്. രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവരെടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. ചർച്ചയിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ കൂടി ഞങ്ങൾ മീറ്റിംഗ് വിലയിരുത്തി ഇനി തീരുമാനങ്ങളോട് 27-ാം തീയതി പറയാം. ചർച്ച തൃപ്തികരാണ്. പക്ഷേ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ആ കാര്യങ്ങൾ ഞങ്ങളൊന്ന് തങ്ങൾ വന്നതിന് ശേഷം വിലയിരുത്തട്ടെ, എന്നിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഉമേഷ് ഉണ്ട്. ഉമേഷ്, മൂന്നാം സീറ്റ് ചർച്ചയിൽ കെ സുധാകരനും വി ഡി സതീശനും രണ്ട് തട്ടിലെന്നാണ് മനസ്സിലാകുന്നത്. ചർച്ചയുടെ വിശദാംശങ്ങൾ പറയാൻ വി ഡി സതീശൻ തയ്യാറാകുന്നില്ല. അതേസമയം ലീഗിൻ്റെ മൂന്നാം സീറ്റ് ആവശ്യം തള്ളിയെന്നും രാജ്യസഭാ സീറ്റ് നൽകാമെന്ന നിർദ്ദേശം ലീഗ് അംഗീകരിച്ചില്ലെന്നുമാണ് കെ സുധാകരൻ പറയുന്നത്. അതോടൊപ്പം തന്നെ വിഷയത്തിൽ ലീഗിനകത്തും അവ്യക്തത തുടരുകയാണ്. കാരണം കോൺഗ്രസുമായി ഇനി ചർച്ചയില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും ചർച്ച തുടരുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ലീഗിന് മൂന്നാം സീറ്റ് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? ബിനു, പ്രത്യക്ഷത്തിൽ ഈ ഉഭയകക്ഷി ചർച്ച പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാടുമായാണ് മുസ്ലിം ലീഗ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയത്. മുസ്ലിം ലീഗ് നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതൃത്വവുമായി ഏതാണ്ട് 2 മണിക്കൂറോളം ചർച്ച നടത്തി. ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങി വന്ന നേതാക്കൾ, അതിലാദ്യം പുറത്തിറങ്ങി വന്നത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഈ ചർച്ച പൊതുവേ തൃപ്തികരമാണ്, പക്ഷേ അതിൽ ചില വിശദാംശങ്ങളുണ്ട്, അത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണ് എന്നത് സംബന്ധിച്ച് 27-ന് പറയാം എന്നാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. അതിൽ നിന്ന് തന്നെ ഈ ചർച്ച അതിൽ ഒരു തീരുമാനമുണ്ടായില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതായത് മൂന്നാം സീറ്റ് എന്ന ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചില്ല എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. പിന്നീട് വി ഡി സതീശൻ പ്രതികരിച്ചു. സതീശൻ പറഞ്ഞതും 27-നായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു കൃത്യതയോടെ എന്താണ് ആ ചർച്ചയിൽ ഉണ്ടായതെന്നത് സംബന്ധിച്ച് വെളിപ്പെടുത്താൻ വി ഡി സതീശനും തയ്യാറായില്ല. എന്നാൽ പിന്നീട് ഇറങ്ങി വന്ന കെ സുധാകരനാണ് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അത് സതീശനെ കൂടി വെട്ടിലാക്കുന്ന തരത്തിലായിരുന്നു കെ സുധാകരൻ ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്. കെ സുധാകരൻ പറഞ്ഞത് ഈ ചർച്ചയിൽ രാജ്യസഭാ സീറ്റ് നൽകാം എന്നൊരു നിർദ്ദേശമാണ് തങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ അത് അംഗീകരിക്കാൻ ലീഗ് തയ്യാറായില്ല. അവർ തങ്ങളുമായി ആലോചിച്ച് പറയാം എന്നുള്ളതാണ്. പാണക്കാട് തങ്ങളുമായി ആലോചിച്ച് അതിൽ തീരുമാനം പറയാം എന്നുള്ളതായിരുന്നു കെ സുധാകരൻ പറഞ്ഞത്. ലീഗ് പറഞ്ഞതായി കെ സുധാകരൻ പറഞ്ഞത്. അതുകൊണ്ടാണ് 27-ന് തീരുമാനം പറയാം എന്ന് ലീഗ് പ്രതികരിച്ചത്. ചുരുക്കത്തിൽ ഇന്ന് ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് ഇനി എന്ത് നിലപാടെടുക്കും എന്നത് സംബന്ധിച്ചും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇനി ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ച ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ നിർദ്ദേശം 27-ന് ചർച്ച ചെയ്ത് അക്കാര്യത്തിൽ ലീഗ് ഒരു നിലപാട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹം തുടക്കം മുതൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യം അത് ഉറച്ച ആവശ്യമാണെന്ന് പ്രഖ്യാപിച്ചയാളാണ്. അതിൽ വിട്ടുവീഴ്ച ഉണ്ടായില്ലെങ്കിൽ, മൂന്നാം സീറ്റ് ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നടക്കം പ്രഖ്യാപിച്ച നേതാവാണ് ഇ ടി മുഹമ്മദ് ബഷീർ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇനിയും ചർച്ചകൾ ഉണ്ടാകുമെന്ന സൂചനയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു അവ്യക്തത ഇപ്പോഴും ലീഗ് നേതാക്കൾക്കിടയിലും തുടരുന്നു. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് മൂന്നാം സീറ്റ് നൽകാൻ കഴിയില്ല എന്നവരുടെ അന്തിമ തീരുമാനം ലീഗിനെ അറിയിച്ചു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. പകരം രാജ്യസഭാ സീറ്റ് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് ലീഗ് അംഗീകരിക്കുമോ? മുൻ വർഷങ്ങളിലുണ്ടായതുപോലെ ഈ മൂന്നാം സീറ്റ് എന്ന ആവശ്യം തള്ളിക്കൊണ്ട് പകരം രാജ്യസഭാ സീറ്റ് നിർദ്ദേശം അത് കോൺഗ്രസ് ആവർത്തിക്കുമ്പോൾ അതിന് ലീഗ് വഴങ്ങുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അത് 27-നായിരിക്കും അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ലീഗിൻ്റേതായി പുറത്തു വരിക.